ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം മമത. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതിനായിട്ട് ഒരു ചെറിയ ബൗളിൽ 1/4 കപ്പ് പാലൊഴിച്ച് 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറും 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് 1 കപ്പ് പാലൊഴിച്ച് 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായി ഇളക്കി പാല് തിളയ്ക്കാൻ വേണ്ടി വയ്ക്കാം. പാല് തിളച്ചതിന് ശേഷം നേരത്തെ മാറ്റി വെച്ചിരുന്ന കസ്റ്റർഡ് ഒഴിച്ച് കട്ട പിടിക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം, കൈയെടുക്കാതെ. നന്നായി ഇളക്കി അത് കുറുകിയതിന് ശേഷം അത് വേറൊരു ബൗളിൽ മാറ്റി അതിൻ്റെ ചൂട് മാറിയതിന് ശേഷം അത് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിരിക്കാം. അപ്പോഴേക്കും അടുത്ത പ്രോസസ്സിലേക്ക് പോവാം. അതിനുശേഷം 250 ml ഫ്രഷ് ക്രീം ബീറ്റ് ചെയ്യാം. അതിൻ്റെ കൂടെ 1/4 കപ്പ് പഞ്ചസാരയുടെ ഇട്ട് ബീറ്റ് ചെയ്ത് അതൊന്ന് സോഫ്റ്റായി വന്നതിന് ശേഷം നേരത്തെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന കസ്റ്റർഡ് എടുത്ത് അതും കൂടി ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്യാം. അതിനുശേഷം അതും കൂടി ബീറ്റ് ചെയ്തതിന് ശേഷം 2 ഡ്രോപ്സ് ഓറഞ്ച് കളറും കൂടി ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്യാം. അതിനുശേഷം അത് ബീറ്റർ മാറ്റിയിട്ട് ഒന്ന് ഇളക്കി എല്ലാം യോജിപ്പിച്ച് അതിൻ്റെ കൂടെ ബട്ടർ സ്കോച്ച് കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇച്ചിരി വലിയ കഷ്ണങ്ങളായിട്ടാണ് ഇടുന്നത്, നിങ്ങൾക്ക് ചെറിയ കഷ്ണങ്ങളായിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിനുശേഷം അത് ക്രീം ഒരു ബൗളിൽ മാറ്റി 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം, ഫ്രീസറിൽ വെച്ച് ഉപയോഗിക്കാം.